ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് സ്പഞ്ച് ചെയ്തെടുക്കാം. ബ്ലാക്ക് ഫോറസ്റ്റിനും ചോക്ലേറ്റ് കേക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചോക്ലേറ്റ് സ്പഞ്ചാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് ക്രീമൊന്നും തേക്കാണ്ട് തന്നെ നന്നായിട്ട് കഴിക്കാനൊക്കെ ഇഷ്ടമാവും. അങ്ങനെ ഒരു കേക്കാണിത്. അപ്പോൾ ഞാൻ 3/4 കപ്പ് മൈദപ്പൊടിയും 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ ഒരു വട്ടം തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ വേറെ ഓർഡേഴ്സിൻ്റെ ഇടയിലാണ് ഇതും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടാകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 1.5 കിലോനാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. ഞാൻ 1 കിലോൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 3/4 കപ്പ് പഞ്ചസാരയും 1.5 ടീസ്പൂണ് വാനില എസൻസും ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ വേഗം കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഫ്ലഫി ആയതിന് വന്നതിന് ശേഷം നമ്മൾ കുറച്ചായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. 6-7 വട്ടമായിട്ട് നമുക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 40% ബട്ടറാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു 20 ml ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും പാടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സ്പഞ്ച് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാനിവിടെ അതിനുള്ള ടിന്നൊക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിലേക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 2 എണ്ണത്തിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് നമ്മൾ ബേക്കിംഗ് ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സ്പഞ്ച് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഈ സോഫ്റ്റ് കൂടാതെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കേക്കാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.